താരപ്പകിട്ടിലേക്ക് സ്വാഗതം. നല്ല പാട്ടുകൾ ലഭിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്, ഭാഗ്യമാണ് നമുക്കും പാടുന്നവർക്കും അല്ലേ. ഇന്ന് നമ്മളോടൊപ്പം സച്ചിൻ വാര്യർ. സച്ചിൻ, വെൽക്കം ടു ദ ഷോ. ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓണം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓണത്തിനെ ഓർത്തുകൊണ്ട് നമുക്കൊരു ഓണപ്പാട്ടാവാം. ഇത് കുട്ടിക്കാലത്ത് കേട്ടുന്ന ഒരു പാട്ടാണ്. വിദ്യാസാഗർ സർ കമ്പോസ് ചെയ്തൊരു പാട്ട്, വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓൾ ടൈം. അപ്പം പരനിറയെ പൊന്നളക്കും പൗർണമിരാവായി തുമ്പപ്പൂവ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഓണം നമ്മളിങ്ങനെ കോമ്പോസിഷന്റെ ബ്യൂട്ടിയെ ഞാൻ ആലോചിക്കും. കാരണം അതിനകത്ത് ഒരു മലയാളി അല്ലാത്ത ഒരാള് ഇങ്ങനത്തെ ഇത്രയും മലയാളത്തിലുള്ള ഒരു പാട്ട് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടിൽ ഒന്നാണ്. കമ്പോസിഷന്റെ വാക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അടുത്തൊരു കാര്യം, ഇപ്പം സച്ചിനൊരു പ്രൊമോഷൻ ലെവലാണ്, പാടുന്നതിനൊപ്പം ഒരു കമ്പോസിഷനിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണം. പണ്ട് മുതലേ കമ്പോസിഷനാണ് മനസ്സിൽ. എന്ന് മുതലാണ് അങ്ങനെ അത് സൂക്ഷിച്ചു വെച്ച്? എനിക്ക് പണ്ട് തൊട്ടേ, ഇപ്പൊ നോക്കുമ്പോൾ എനിക്കൊന്ന് പണ്ട് തൊട്ടേ എനിക്ക് മേക്കിംഗ് ഓഫ് ദ സോങ്സ് പണ്ടേ ഇഷ്ടമാണ്. അതിന്റെ സോങ്ങിന്റെ എന്താ പറയാ, അതിന്റെ ഒരു ബാക്കിലുള്ള സ്റ്റോറീസ് ഒക്കെ വായിച്ചറിയാനും ഒക്കെ ഒരുപാട് ശ്രമിക്കാറുണ്ട് പണ്ട് തൊട്ടേ. അപ്പം അതിനകത്തൊരു സോങ്ങിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ ആയാലും അത് അന്ന് ടെക്നിക്കലി എന്താണ് നോക്കേണ്ടതല്ല, പക്ഷെ കേൾക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ തോന്നില്ല. അപ്പൊ അതിനകത്തുള്ള ഗിറ്റാർസോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കിയാണ് ശ്രമിച്ചിട്ടുണ്ട് അന്ന് തൊട്ടേ. അപ്പം പക്ഷേ പറഞ്ഞ പോലെ സിംഗിങ് ആണ് ആദ്യമായിട്ട് വന്നത്. അപ്പം അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടി. മ്യൂസിക്കിനോടുള്ള പാഷൻ ഉള്ളത് കൊണ്ട് ഏത് ഫോം എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. അപ്പം സിംഗിങ്ങിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോൾ അതൊക്കെ മെറ്റ് ദ റൈറ്റ് പീപ്പിൾ, കുറച്ച് ആൾക്കാരെ മീറ്റ് ചെയ്തു. എൻ്റെ കോളേജിൽ അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഗണേഷൊക്കെ ഞങ്ങൾ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അവൻ്റെ ഫസ്റ്റ് ഫിലിം എന്നുള്ള രീതിയിലാണ് ആനന്ദത്തിലേക്ക് കമ്പോസറായിട്ട് വന്നപ്പം ഓക്കെ ഒരു അവൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഞാനത് കമ്പോസ് ചെയ്യാന്നുള്ളത്. അപ്പം അന്ന് ഞാൻ ആഡ്സ് ഒക്കെ ചെയ്തു തുടങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ കമ്പോസിങ്ങിനോട് ഇഷ്ടമൊക്കെ തോന്നി. അപ്പോൾ അതൊക്കെ ചെയ്തു തുടങ്ങിയ സമയമായിരുന്നു. അപ്പോൾ ഒരു ധൈര്യമൊക്കെ വന്ന് അങ്ങനെ ചെയ്തതാണ്. പിന്നെ അതുപോലെ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാൻ തോന്നി. ഫോക്കസിങ് ഒരു കമ്പോസിങ് നോക്കിയപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക സാറ്റിസ്ഫൈങ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിലാണ് കുറച്ചുകൂടെ ഇപ്പം ചെയ്യാനൊരു മീറ്റിംഗ് ദ റൈറ്റ് പീപ്പിൾ അറ്റ് റൈറ്റ് ടൈം. ഇത് ഞാൻ പ്രൊഫഷൻ അപ്പാർട്ട് ഫ്രം പ്രൊഫഷൻ ഞാൻ ലൈഫിലാണ് പറയുന്നത്. അത് പറയേണ്ട കാര്യമുണ്ടാവും. ഈ വർഷം വളരെ സ്പെഷ്യലാണ്. പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ ഹ്യൂജ് അഡ്വാൻസ്മെന്റ് ഉണ്ടായ കാര്യമാണ്. എന്റെ കല്യാണം കഴിഞ്ഞു. അപ്പം ജൂണിലായിരുന്നു. വെൽക്കം ടു അവർ ക്ലബ്. സച്ചിൻ അങ്ങനെ തന്നെ വേണം. അതൊരു കോമൺ ഇതാണ്. ഒരു ജൂണിലായിരുന്നു കല്യാണം. അപ്പം ഒരു എന്താ പറയാ, ഒരു ഹാപ്പി ഫേസ് ഓഫ് ലൈഫാണ്. പേഴ്സണൽ ലൈഫിൽ ഒരു വലിയ ഒരു അച്ചീവ്മെന്റ്, ഒരു ഭയങ്കര ഒരു എന്താ പറയാ, വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു കാര്യം നടന്ന ഒരു ഫീലിംഗ് ആണ്. അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പാട്ടിനേക്കാൾ പറഞ്ഞ അത്രയും സന്തോഷത്തോടെയാണ് പറയുന്നത്. ഷീസ് പൂജ അല്ലേ? പൂജ എന്നാണ് പേര്. ഷീസ് എ ഡോക്ടർ. തൃശ്ശൂരാണ് വീട്. അപ്പൊ ഞങ്ങളിപ്പോ ഒരുമിച്ച് ചെന്നൈയിൽ ഞങ്ങൾ ലൈഫ് ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. നമുക്ക് പാട്ടുകാരെ പോലെ തന്നെയാണ് പാട്ട് ആസ്വദിക്കുന്നവരും. ഇപ്പോഴും നമുക്ക് ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ പല ഇപ്പോൾ പൊളിറ്റിക്സ്, കരിയറിനെ കുറിച്ച്, ലൈഫിനെ കുറിച്ച്, സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ സംഗീതം വിഷയമായി വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടൈം ലിമിറ്റ് ഇല്ലാതെ നമ്മൾ രാവും പകലും ചർച്ച ചെയ്യാവുന്നൊരു വിഷയമാണ് സംഗീതം. എത്രത്തോളം മ്യൂസിക് ഡിസ്കസ് ചെയ്യും വീട്ടിൽ? പൂജ ഒരു എക്സലന്റ് സിംഗറാണ്. വീട്ടില് നമ്മള് പാട്ട് പാടാറുണ്ട്, പാട്ട് എൻജോയ് ചെയ്യാറുണ്ട്, നല്ല പാട്ടിൽ ഡാൻസ് കളിക്കാറുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം പാട്ട് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ആർ ലൈഫ് ടുഗദർ. അപ്പം ഞങ്ങൾ സംസാരിച്ചു തുടങ്ങിയതും മീറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അതോടെ മീറ്റ് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയതും പാട്ടിലൊക്കെ തന്നെയാണ്. മ്യൂസിക് ആയിരുന്നു ഒരു കോൺവെർസേഷൻ ടോപ്പിക്. അപ്പം അതെ ഒരു കല്യാണത്തിന് മുമ്പ് കുറച്ചു കാലം അറിയുള്ളൂ. ഞങ്ങൾ അപ്പൊ തന്നെ വീട്ടിൽ അവതരിപ്പിച്ച ഫോണിലായിട്ട് ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ 12 വർഷമോ 15 വർഷമോ ഇല്ല. ഞങ്ങള് ഇമ്മീഡിയറ്റ്ലി തന്നെ വീട്ടിൽ പറഞ്ഞു. അങ്ങനെ വീട്ടുകാർ ഇൻവോൾവ് ആയിട്ട് പെട്ടെന്ന് കല്യാണം നടന്നു. അങ്ങനെ പൂജ ഒരു നല്ല സിംഗറാണ്. അപ്പം അതിന്റെ കൂടെ തന്നെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ചില പീസസും കോമ്പോസിഷൻസും ഒക്കെ പറഞ്ഞു തരാറുണ്ട് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി. അപ്പൊ അത് റെഗുലർ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വളരെ രസമാണ് വീട്ടില്. സച്ചിൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും, എനിക്ക് താരപ്പോയിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് കർണാട്ടിക് പ്രാക്ടീസ് ചെയ്തില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ട്. അത് തീർന്നു. അതിപ്പോ തീർന്നു ശരിക്കും. അപ്പൊ കുറച്ച് മെമ്മറി അപ്പൊ എന്താണ് അത് ചെയ്യേണ്ടതെന്നുള്ള പല നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ചില ഇൻപുട്സ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പം അത് ഭയങ്കര എൻകറേജിങ് ആണ് ശരിക്കും വീട്ടിൽ അങ്ങനെ ആളുള്ളതുകൊണ്ട്. ഒരു കമ്പോസറായി വീട്ടിലൊരു സിംഗറുമായി ശരിക്കും നിങ്ങൾക്ക് ഒരു സംഗീത ലോകം തന്നെ സൃഷ്ടിക്കാം. അത് തന്നെയാണ് ശരിക്കും. ഞങ്ങളൊരു ബ്യൂട്ടിഫുൾ ലിറ്റിൽ വേൾഡ് ആണ്. അത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. ഞങ്ങൾ ലൈഫ് അഹെഡ് എങ്ങനെയാണെന്ന് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡ് കമ്പോസ് ചെയ്തിട്ട് വൈഫ് പാടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്
പൂജയുടെ വോയിസ് ഞാൻ വെറുതെ ഒരു കർണാട്ടിക് കോമ്പോസിഷന്റെ ഒരു പൂജയ്ക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പോസിഷനിൽ ഒരു രണ്ടുപേര് റെക്കോർഡ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ ഞാൻ ചെറുതായിട്ട് ഒരു പിയാനോ ഒക്കെ വെച്ച് വായിച്ച് വീട്ടിൽ അയച്ചു കൊടുത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, ഒരുമിച്ചുള്ള മ്യൂസിക് ഷെയറിങ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. ആക്ച്വലി പൂജയ്ക്ക് ഇഷ്ടമുള്ള സച്ചിൻ പാടിയതിൽ ഏറ്റവും പൂജയ്ക്ക് ഇഷ്ടമുള്ള സോങ് ഏതാണ്? എൻ കണിമലരെയാണെന്ന് തോന്നുന്നു. ഫിലിപ്സ് ആൻഡ് ദി മങ്കി പെന്നിലെ രാഹുൽ സുബ്രഹ്മണ്യം കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് പൂജയ്ക്ക് വേണ്ടി ശരി ശരി ഓക്കെ. എൻ കണിമലരെ മമ മനസ്സിൻ ആലോലം. ഇത് ആദ്യത്തെ ഓണമായിരുന്നു. ആദ്യത്തെ ഓണം എപ്പോഴും ഫസ്റ്റ് ഓണം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ. ഫെസ്റ്റിവിറ്റീസ് എല്ലാം എനിക്ക് തോന്നുന്നു ഇതിനോട് വീട്ടില് പൂജയുടെ വീട്ടിലൊരു എന്താ പറയാ ഒരു കസിന്റെ എൻഗേജ്മെന്റും കൂടെ ഉണ്ട് ആ സമയത്ത് തന്നെ. അപ്പൊ എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദറും കൂടെയാണ്. ഞങ്ങളുടെ വീട്ടിലും കസിൻസിന്റെ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നൊരു സമയമാണ്. അപ്പം വെരി എക്സൈറ്റിംഗ് പുതിയൊരാളും കൂടെ വീട്ടിൽ ഉണ്ടെന്നുള്ളത്. എപ്പോഴും കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തിനകത്ത് എല്ലാ ഫെസ്റ്റിവിറ്റീസും, വിഷു ആയാലും ഓണം, ഈവൻ ക്രിസ്മസ്, അല്ലാതെ ഹോളിഡേയ്സ്, അത് വളരെ സ്പെഷ്യലാണ്. ഒരു സെലിബ്രേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ ഒരാളും കൂടെ ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഉള്ള സന്തോഷവും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് ആണ്. കാരണം ഞാൻ കുറച്ച് കാലത്തേക്ക് പിന്നെ കല്യാണം ഒന്നും വേണ്ട എന്നുള്ളൊരു സ്റ്റേജിലേക്ക് ഇരിക്കുകയായിരുന്നു. പിന്നെ കറക്റ്റ് ആള് വന്നപ്പോൾ നമുക്ക് അതിന് ഒരു വെയിറ്റ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ തോന്നി. അന്ന് കഴിഞ്ഞ പ്രാവശ്യം സന്തോഷമാണ് എനിക്കിതിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അമ്മയും അച്ഛനും seem to be very happy. അമ്മയ്ക്ക് ഒരു എന്താ പറയുക, ഒരു മോളെ കിട്ടിയ പോലെ തന്നെ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ അമ്മ സീംസ് ടു ബി വെരി ഹാപ്പി. അമ്മയ്ക്കും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരാളായിട്ട് ആണ് ഉള്ളത്. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ അല്പം ജാടയ്ക്ക് ഞാനിപ്പോ കല്യാണമൊന്നും കഴിക്കുന്നില്ല കഠിന ശബ്ദങ്ങളൊക്കെ എടുത്തിരുന്നു അന്ന്. പക്ഷെ പിന്നെ എന്താ പറയാ, ഒരു ഇതെല്ലാം തോന്നി. എപ്പോഴും സച്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മുത്തുച്ചിപ്പി എന്നുള്ള ഒരു പാട്ടാണ്. അത് ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ക്ലീശൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. സീരിയസ്ലി പറയുക. കാര്യം അത് ആ പാട്ട് എപ്പോൾ പാടിയാലും നമുക്ക് ഭയങ്കര ഒരു എവർഗ്രീൻ ഫീലിംഗ് ആണ്. ഒരു ദിവസം കൊണ്ടൊരു മാജിക് തീർത്ത പാട്ടാണ്. കാര്യം ഒരു അപ്ലോഡ് ചെയ്ത് തന്നെ ഒരൊറ്റ ദിവസം തന്നെ യൂട്യൂബിൽ വന്നു എത്രയോ ക്ലിക്സ് ആണ്. അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം. അല്ലെങ്കിൽ എന്ത് പാട്ടാ, എന്ത് നല്ല പാട്ടാ ഇന്ന് വന്നല്ലോ, ഇതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന. ആസ് എ സിംഗർ ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ എങ്ങനെയായിരുന്നു? റെക്കോർഡിംഗ് ഇതിന്റെ തട്ടത്തിൻ മരയത്തിന്റെ റഫ് ട്രാക്സ് ഒക്കെ ഞാൻ റെക്കോർഡിങ്ങിനൊക്കെ മുമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അവർ കമ്പോസ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്ക്രാച്ച് ട്രാക്സ് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ആ സമയത്ത് ഒരു ഷോവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു US ഒരു 1 month ലോങ്. അപ്പോൾ വിനീതനും ഷാനേട്ടനും ഞാനും കൂടെ. അപ്പോൾ വേറെയും ആൾക്കാരുണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതിന്റെ സ്ക്രാച്ച് ട്രാക്സ് ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ആ ട്രിപ്പിൽ മൊത്തം. അവർ ചെയ്യാൻ പോകുന്ന ഫിലിം ഇതാണ്, വിനോദ് ആയിഷ ക്യാരക്ടേഴ്സ്, ഇതെല്ലാം സ്റ്റോറിയൊക്കെ ഞാൻ കേട്ടിങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. അപ്പം ഇതിന്റെ ട്യൂൺസ് ഒക്കെ എനിക്ക് ബൈഹാർട്ടാണ്. അപ്പം ഞാൻ വീട്ടിൽ വന്ന് അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, കുറേ നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്, നല്ലൊരു ഫിലിമാണ്. ചെന്നൈയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. അപ്പോൾ ഇവർ ചെന്നൈയിൽ ഒരു ദിവസം പെട്ടെന്ന് സർപ്രൈസിംഗ് ആയിട്ട് വിളിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ്. ഈ 2 പാട്ടിൽ സച്ചിനാ പാടുന്നത് അന്ന് സ്റ്റുഡിയോയിൽ വെച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ ഇത്രയും ദിവസം കേട്ടുന്ന പാട്ടിൽ അത് 2 തട്ടത്തിൻ മരയത്തെ പെണ്ണെ എന്നുള്ളതും മുത്തുച്ചിപ്പി 2 അപ്പോൾ സ്റ്റുഡിയോയിൽ വെച്ച് അന്ന് ഒരു 2 days ആയിരുന്നു എൻ്റെ റെക്കോർഡിങ് നടന്നത്. അത് ഭയങ്കര സോ മച്ച് ഫൺ. കാരണം അത് റെക്കോർഡിംഗ് റാപ്പ് ഞങ്ങൾ രാത്രി ഡിന്നറിന് പോകുന്നു, വേറെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, പിറ്റേ ദിവസം തിരിച്ചു വന്ന് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ ഭയങ്കര രസമുള്ളൊരു പ്രോസസ് ആയിരുന്നു അത്. മുത്തുച്ചിപ്പിയാണ് ചെന്നൈയിൽ നിന്ന് സച്ചിനെ കേരളത്തിലോട്ട് കൊണ്ടുവന്നത് ആണെന്ന് പറയാം. അതെ, തട്ടത്തിൻ മരയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഞാൻ ചെന്നൈയിൽ നിന്ന് ട്രാൻസ്ഫർ വന്ന് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അപ്പോഴും സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും ഒരു പ്രോബ്ലമാണ്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബോൾഡായിരിക്കണം. കാര്യം ബോൾഡ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പവറാണ്. സംസാരിക്കുന്ന പോലെയല്ല ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അത് അത്തരത്തിലൊരു തീരുമാനം എടുത്തപ്പോൾ എന്തായിരുന്നു മനസ്സിൽ? ഇത് എനിക്കൊരു ജോബ് ഉണ്ടെന്നുള്ളതിന്റെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നു, സേഫ്റ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്. ജസ്റ്റ് ദാറ്റ് എനിക്ക് ആ സമയത്ത് മലയാളത്തിൽ പാടി തുടങ്ങിയോണ്ട് കൊച്ചി ബേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നിയോണ്ടാണ് ആ മൂവ് എടുത്തത്. പക്ഷെ അപ്പോഴും എന്താ പറയുക, ജോലി വിട്ട് കംപ്ലീറ്റ് ഫുൾ ടൈം മ്യൂസിക് പർസ്യൂള്ള ധൈര്യം അന്നും ഇല്ല. ആ സമയത്ത് ആയി വരുന്നുള്ളൂ. അപ്പം ഞാനത് ഇങ്ങനെ പിന്നെ ഒരു 3 വർഷം എടുത്തു ഞാനൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ, എന്താണ് ലൈഫിൽ ശരിക്കും ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ. ഒരു 2-3 വർഷം എടുത്തതിന് ശേഷമാണ് ഞാൻ ജോലി വിട്ട് പിന്നെ കമ്പോസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോഴാണ്. അപ്പം ഈ എന്താ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് നമ്മൾ കൺവിൻസ് ആവാന്നുള്ളതാണ്. നമ്മൾ ട്രൂലി കൺവിൻസ്ഡ് ആണോ എന്നുള്ളത് മാത്രം ആണ് ശരിക്കും നോക്കേണ്ടത്. എൻ്റെ പേരൻസും പറഞ്ഞ കാര്യം അതായിരുന്നു. കാരണം ആ സമയത്ത് നീ കൺവിൻസ്ഡ് ആണോ എന്നുള്ള കാര്യം മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ സമയം എടുത്തത്. എനിക്ക് ആദ്യം പോലെ ആഗ്രഹമുണ്ട് ജോലി വിട്ട് മ്യൂസിക് പെർസ്യൂ ചെയ്യണമെന്ന്. അപ്പം അവരുടെ ചോദ്യം യു കൺവിൻസ് ദാറ്റ്, അപ്പം ആ കൺവിക്ഷൻ എനിക്ക് വരാൻ ഒരുപാട് സമയം എടുത്തു എന്നുള്ളതാണ്. അപ്പം അതിനുള്ളൊരു ഡിലേ ആയിരുന്നു അത്. സച്ചിൻ കൺവിൻസ്ഡ് ആയി. ബട്ട് കൺവിൻസ്ഡ് ആവുന്നതിനപ്പുറം എങ്ങനെ നമ്മൾ കോമ്പറ്റീഷനെ കാണും?
കോമ്പറ്റീഷൻ നമ്മൾ അതിനെ കോമ്പറ്റീഷൻ ആയിട്ട് കണ്ടാൽ എല്ലാം കോമ്പറ്റീഷനാണ്. അപ്പൊ നമ്മൾ എല്ലാത്തിനും ഒരു കോമ്പറ്റീറ്റർ ആയിട്ടും ഒക്കെ കാണേണ്ടി വരും. അതിൽ നല്ലത് നമുക്ക് സമാധാനമായിട്ട് നമ്മുടെ സ്പേസിൽ ഇരിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോസസ്സിൽ എന്താ പറയുക കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോസസ്സ്, നമ്മുടെ പ്രാക്ടീസ്, നമ്മുടെ എന്താ പറയുക നമ്മുടെ ഒരു സോണിലെത്തുക, നമ്മുടെ ക്രിയേറ്റീവ് സോൺ എന്താണെന്ന് കണ്ടുപിടിക്കുക, നമ്മുടെ വർക്കിംഗ് പ്രോസസ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക. അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് അതായിരിക്കും നല്ലത്. കാരണം കോമ്പറ്റീഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരുന്ന ഓരോരുത്തരെയും നമ്മൾ കോമ്പറ്റീഷൻ ആയിട്ട് കാണേണ്ടി വരും. അതൊരു നല്ല സ്പേസ് അല്ല, മെന്റലി ഇത് നല്ല സ്പേസ് അല്ല. കാരണം ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സ്പേസ് കണ്ടുപിടിക്കുക. അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ തന്നെ എന്താ പറയുക നമ്മൾ തന്നെ ഒരുപാട് ഡിസ്കവർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിയുള്ളവർ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു സ്പേസും ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ ആസ് എ മ്യൂസിഷ്യൻ എൻ്റെ വോയിസ് എന്താന്നുള്ളത് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇനിയും സമയം എടുക്കും. അത് ഓരോരുത്തരുടെ ലൈഫ് ലോങ് മിഷനാണ് ശരിക്കും. നമ്മുടെ വോയിസ് എന്താന്ന് കണ്ടു, വോയിസ് ആസ് എ കമ്പോസർ അല്ലെങ്കിൽ ആസ് എ സിംഗർ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ള ആ വോയിസ്. അപ്പൊ അതിന് ലൈഫ് ലോങ് പ്രോസസ് ആണ്. അപ്പൊ അതിൽ മാക്സിമം സമയം ഇൻവെസ്റ്റ് ചെയ്യണം. സമയം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നേരമാണ് വന്നത്. നേരത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വാതിൽ മെല്ലെ തുറന്നൊരു നാളിൽ അറിയാതെ വന്നെൻ ജീവനിലേറിയതാരോ. നേരത്തെ നമ്മൾ പ്രൊഫഷനപ്പുറം കല്യാണത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നത് കുറവായിരുന്നു, എസ്പെഷ്യലി പെൺകുട്ടികൾക്ക്. അപ്പോൾ അവർ ഫസ്റ്റ് ഓപ്ഷൻ കല്യാണമാണ്. കാര്യം കല്യാണം കഴിഞ്ഞാലേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. എവിടെ അതൊരു സ്വാതന്ത്ര്യമാണ് ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. വി നോ എങ്ങനെ നമ്മളെ കൺട്രോൾ ചെയ്യണമെന്ന്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ നമ്മൾ സമാധാനം ആയിരിക്കും. ഇപ്പം അങ്ങനെ അതുകൊണ്ട് കരിയർ, പിന്നെ ജോലി കിട്ടിയ 1 വർഷം അടിച്ചു പൊളിച്ച് എനിക്ക് കുറച്ച് ട്രാവലൊക്കെ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ കല്യാണത്തിലേക്ക് വരും. കല്യാണം കുറച്ചൊരു ആ ഒരു ഇതാണ്. അപ്പം പക്ഷേ കല്യാണം കഴിഞ്ഞവർ പറയും കല്യാണം ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. എല്ലാവരും പറയും, ഞാനും പറയാറുണ്ട്, ഞാനടക്കമുള്ള സമൂഹത്തെയാണ് ഞാൻ പറയുന്നത്. പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും സച്ചിൻ എനിക്കൊരു പോസിറ്റീവ് പറഞ്ഞിരുന്നു, നെഗറ്റീവ് പറഞ്ഞു. ഇതൊരു കല്യാണം കഴിച്ച് 2 മാസം ആയിട്ടേ ഉള്ളൂ എനിക്ക്. അപ്പൊ ഇതിനെപ്പറ്റി വാദോരത് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി സംസാരിക്കാനൊന്നും ഞാൻ ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണലി പോസിറ്റീവ്സ് എന്താ പറയാ, അതിന്റെ ഒരു കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പോസിറ്റീവ്സ് തന്നെയാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. കാരണം ഫസ്റ്റ് തിങ് ദ കമ്പനി. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷേ എനിക്ക് സ്പേസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് വിത്ത് ദ റൈറ്റ് പേഴ്സൺ ആയിരിക്കണം. എനിക്ക് അല്ലാത്ത ഒരിക്കലും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു എന്താ പറയുക, എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ കൂടെ സ്പേസ് ഷെയർ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു ഹാവിങ് എ ബെസ്റ്റ് ഫ്രണ്ട് അണ്ടർ ദ സെയിം റൂഫ് എന്നുള്ള എനിക്ക് ആ രീതിയിൽ ഇത് ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നെഗറ്റീവ് ഉള്ളത് നമുക്ക് ഇമ്പൾസീവായിട്ട് പ്രോബ്ലി കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ അത് ഞങ്ങൾക്ക് രണ്ടുപേരും കല്യാണം കഴിക്കുമ്പോൾ അറിയാമായിരുന്നു. കാരണം ആഫ്റ്റർ പോയിന്റ് നമുക്ക് രണ്ടുപേരും എന്താ പറയുക അക്കൗണ്ടബിൾ ആണ്. പെട്ടെന്ന് എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം തോന്നി കഴിഞ്ഞാൽ അത് വേറെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്താലേ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേയാളുടെ സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ അത് നോക്കുമ്പോൾ ഈ പോസിറ്റീവ്സ് നോക്കുമ്പോൾ അത് ആ ബാലൻസ് എപ്പോഴും പോസിറ്റീവ്സ് തന്നെ ആണ് പൊങ്ങി നിൽക്കുന്നത് ശരിക്കും. ഈ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ജൂൺ 20 എനിക്ക് റിസപ്ഷൻ വരാൻ പറ്റിയില്ല കേട്ടോ. നോ പ്രോബ്ലം. എനിക്കിപ്പോഴും ആ ഡേറ്റ് ഓർമ്മയുണ്ട്, വാട്സാപ്പ് ചെയ്തതും ഒക്കെ. ഈ 2 മാസം എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഒരു പരീക്ഷണ മേഖലയാണ് ജീവിതം എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇൻ കുക്കിംഗ്. കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഏതൊക്കെ റെസിപ്പി നോക്കുക, ചിലപ്പോൾ കുളമാവുക, വീണ്ടും അത് ഇംപ്രൊവൈസേഷൻ സെഷൻ, അങ്ങനെ അതൊരു വലിയ പ്രോസസ്സാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കിച്ചൺ ഫീൽ? ഞങ്ങളിപ്പോ ആദ്യമൊക്കെ ഞങ്ങൾ എല്ലാ ദിവസവും കുക്ക് ചെയ്യാനൊക്കെ നോക്കി. പിന്നെ ഇപ്പൊ നോക്കുമ്പോൾ ഈ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസത്തേക്ക് ഒരുമിച്ച് കുക്ക് ചെയ്ത് വെച്ചാൽ, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പൂജ എക്സാംസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ജാനുവരിയിൽ എക്സാം ഉണ്ട്, PG എൻട്രൻസിനുള്ള എക്സാംസ് ആണ്. അപ്പം ഡെയിലി ഒരു 12 മണിക്കൂറൊക്കെ പഠിച്ചാലേ എന്തെങ്കിലുമൊക്കെ രക്ഷയുള്ളൂ. കാരണം ആൾക്കാർ കൊല്ലങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എക്സാം ആണ്. അപ്പം അത്രയും സമയം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചധികം കുക്ക് ചെയ്ത് വെച്ച് 2 ദിവസത്തേക്കൊക്കെ കരുതി വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് പ്രോസസ് ക്ലീനിങ് ബിക്കംസ് മച്ച് ഈസിയർ. അങ്ങനത്തെ ഒരു ഹൗസ് ഹോൾഡ് എങ്ങനെ റൺ ചെയ്യാന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഷോപ്പിംഗ് ഒരുപാട് ഭയങ്കര ട്രിവിയലായിട്ട് തോന്നും. കാരണം ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ന്യൂലി ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടുള്ള എക്സൈറ്റ്മെന്റിൽ പറയുന്നതാണ്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട് പ്രാക്ടിക്കലി ഒരു ഹൗസ് ഹോൾഡ് എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത്. ഞാൻ മുമ്പ് ജീവിച്ചിരുന്നത് ഒറ്റയ്ക്കാണ്. അപ്പം ഇത്രയും കുറേ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിക്കാം. ഒരു ഹൗസ് ഹോൾഡ് റൺ ചെയ്യാന്നുള്ളത് എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്, ഭയങ്കര രസമാണ്. എസ്പെഷ്യലി ബോയ്സ് കല്യാണത്തിന് മുമ്പ് ഫുഡിന്റെ കാര്യത്തിൽ കുറച്ച് ജാടയാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഒരു സാധനം കഴിക്കില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കത് ആക്ച്വലി എനിക്ക് ഭയങ്കര ചൂടുള്ള ഫുഡ് ഇഷ്ടമല്ല. ആക്ച്വലി എനിക്ക് ഒരു റൂം ടെമ്പറേച്ചറുള്ള ഫുഡാണ്. അമ്മ എംപ്ലോയി ആണോ? അതെ, അതാണ്
ഫ്രഷ് എല്ലാ കോൺസെപ്റ്റ് ഒന്നും വീട്ടില് ഗ്രോയിങ് അപ്പ് ഇയേഴ്സിൽ ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ പ്രാക്ടിക്കലായിട്ട് നോക്കാം, അമ്മേച്ചനും പ്രാക്ടിക്കൽ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ രാവിലെ കുക്ക് ചെയ്യുന്നതിന്റെ എടുത്തു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ രാത്രി. നല്ല കാര്യം. എനിക്ക് എംപ്ലോയീസായി ഇൻക്ലൂഡിങ് മീ, എൻ്റെ മക്കൾക്ക് ഒരുപാട് ചൂട് ഫുഡ് ഇഷ്ടമല്ല. പക്ഷെ വീട്ടമ്മമാരായിട്ടുള്ള ചില അമ്മമാരും മക്കളെ നശിപ്പിക്കുന്നത് ആവി പറക്കുന്ന ഭക്ഷണം കൊണ്ടുപോകും. ഇത് പക്ഷെ മുഴുവൻ ഇത് അനുഭവിക്കേണ്ടത് ഏതോ വീട്ടിൽ നിന്ന് വന്ന് കയറി പാവം കുട്ടിയാണ്. അത് പിന്നെയും ജീവിതത്തിൽ അത് തന്നെ പ്രതീക്ഷിക്കും. നമുക്ക് എപ്പോഴും ആവി പറപ്പിക്കാനൊന്നും പറ്റത്തില്ല. നേരത്തെ പറഞ്ഞല്ലോ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കും, ഞങ്ങൾ കുറച്ചൊക്കെ ടൈമൊക്കെ നോക്കുന്നു. പക്ഷേ നമുക്ക് ഇന്നിപ്പം ഫ്രിഡ്ജ് 2 ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ചെന്നൈയിലെ ഹോട്ടലൊന്നും ഇല്ല. ഒന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാലോ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ സച്ചിൻ പൂജ തൽക്കാലത്തേക്ക് നാട്ടിൽ വന്നു. സച്ചിൻ കുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ത് ചെയ്യും? സച്ചിൻ്റെ അങ്ങനെയാണെങ്കിൽ സച്ചിൻ ആദ്യം എക്സ്പെരിമെന്റ് ചെയ്യുന്ന റെസിപ്പി എന്തായാലും എന്തെങ്കിലും നല്ല ചീരയോ വല്ല ഒരു തോരൻ വെക്കും, അല്ലെങ്കിൽ വല്ല അങ്ങനെ എന്തെങ്കിലും നല്ല തോരൻ ഏതെങ്കിലും വെക്കും. ചിക്കൻ വല്ലതും എല്ലാം മേടിക്കാമല്ലോ, നമുക്ക് അത് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം എനിക്ക് ആക്ച്വലി അത്യാവശ്യം ജീവിച്ചു പോകാനുള്ളതൊക്കെ അറിയാം, കുഴപ്പമില്ല, ഓക്കെയാണ്. സിംഗിങ്ങിനെ കുറിച്ച് ആഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം, കമ്പോസിഷൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നു? അത് എനിക്ക് ഈ പ്രോസസ് ഇഷ്ടമാണ്. അത് ഒരു ചലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഒരാളുടെ വിഷന്റെ പുറത്താണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഈ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആഡ്സ് ആണെങ്കിൽ അതിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, ഏജൻസിയോ ആരാന്ന് വെച്ചാൽ അവരുടെ ഒരു വിഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ജേർണിയിൽ പോകുന്നത്. അപ്പം അവരുടെ വിഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതാണ്, അതാണ് നമ്മുടെ ഡ്രോയിങ് പോയിന്റ്. നമ്മൾ അതിലാണ് നമ്മൾ എല്ലാ വിശ്വാസവും കൊടുത്ത് നമ്മൾ പോകുന്നത്. അപ്പൊ ആ വിഷന് നമ്മൾ ഒരു സൗണ്ട് ട്രാക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗോൾ. ആ വിഷൻ അവർ എത്ര സ്ട്രോങ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതിലേക്ക് നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, എത്രത്തോളം നമ്മൾ അത് ഉള്ളിലേക്ക് എടുക്കുന്നു, അതിന്റെ ഒരു സൗണ്ട് ട്രാക്കാണ് നമ്മുടെ ഉള്ളിൽ. അവർ പറയുമ്പോൾ കാണുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, അതിന്റെ സൗണ്ട് ട്രാക്കാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ആക്ച്വൽ സിനിമ ഉണ്ടാവുന്നത് നമ്മൾ ആദ്യം ചെയ്യുന്നത് അവർ നറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ പാട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ സ്കോർ ചെയ്യുക എന്നുള്ളതാണ്, പിന്നെ അവർ ആക്ച്വലി ചെയ്യുന്ന സിനിമയ്ക്കാണ് നമ്മൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെന്റ് സ്റ്റേജ് ആണ്. സോങ്സ് ഉണ്ടാക്കുന്നത് ഏർലിയർ സ്റ്റേജ് ആണ്, സ്കോർ ചെയ്യുന്നത് ഫോർ ദി ആക്ച്വൽ ഫിലിം. അപ്പോൾ ഇത് രണ്ടിന്റെ പ്രോസസ് വ്യത്യാസമുണ്ട്, രണ്ടിന്റെയും എന്താ പറയുക അതിന്റെ ഒരു ഫിലോസഫിയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഈ അത് എന്താ പറയണ്ടത്, നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ആദ്യത്തെ ഡിസ്കഷൻ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ സ്ക്രാച്ച് ടു ദ പ്രോഡക്റ്റ് ആണോ പറഞ്ഞത്, ആ ഡിഫറൻസ് എങ്ങനെയാണ് ആ ഇംപ്രവൈസേഷൻ സെഷൻ? നമ്മൾ ആദ്യത്തെ സ്ക്രാച്ച് ട്രാക്ക്, കാരണം എന്താ നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് സ്ക്രാച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റെഫറൻസ് പോയിന്റ് ഉള്ള ഡയറക്ടറെ ഡിസ്കസ് ചെയ്ത് ഡയറക്ടറുടെ മനസ്സിലുള്ള സിനിമയാണ് അതിന്റെ ഒരു റെഫറൻസ് പോയിന്റ്. അപ്പോൾ നമുക്ക് അതിന്റെ ക്യാൻവസ് ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം, കുറേ വൈൽഡായിട്ട് നമുക്ക് പോവാം. ഫൈനലി ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇത് ഈ പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്ത് ഓൺ ഫിലിം വന്നതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ കണ്ടതിന് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, ഡയറക്ടർ ഇമാജിൻ ചെയ്തതിന് വ്യത്യാസം, ചിലപ്പോൾ ബെറ്റർ ആയിട്ടുണ്ടാവും, ചില സീൻസ് വേഴ്സ് ആയിട്ടുണ്ടാവും, നെറേറ്റീവ് ഒന്നും അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഷൂട്ട് ചെയ്ത് എങ്ങനെയാന്നുള്ളത്. അപ്പം അതിനെ നമ്മൾ ഇനീഷ്യലി കണ്ട വിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ. കാരണം ഇനീഷ്യലി നമ്മൾ ഡ്രീം ചെയ്യുമ്പോൾ യു സീ ദ ബെസ്റ്റ് ഫിലിം ഇൻ ദ വേൾഡ് അല്ലെ, നമ്മൾ ഡയറക്ടറും അതെ നമ്മളും അതെ, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിം നമ്മൾ കാണുന്നത്. അപ്പൊ അതിലേക്ക് ആ ഫിലിമിനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എലിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്നത്. ഞാൻ സോങ്സിന്റെ കാര്യം പറഞ്ഞത് ഇനീഷ്യലി പറഞ്ഞ വിഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് നമുക്ക് വൈൽഡായിട്ട് ഇമാജിൻ ചെയ്യാം, ആസ് ലോങ് ആസ് ഡയറക്ടർ ഇസ് സപ്പോർട്ടീവ് ആൻഡ് എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്ന എന്തും എക്സ്പെരിമെന്റ് ചെയ്യാം, പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം കേൾക്കുന്ന ഒരു സ്ക്രാച്ച് ട്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇന്ന ഭാഗങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അത് ഡയറക്ടറിന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് വാട്ട് യു പ്ലാൻ ടു ഡു എന്നുള്ളത്. സ്ക്രാച്ച് ട്രാക്കിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ അവിടെ ലേ ഔട്ട് ചെയ്യണം. അപ്പം അതിനകത്ത് ഓരോ പ്രോസസ്, ഓരോ ബിറ്റ്സ് ആയിട്ട് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്ത് സമയം എടുത്ത് ആ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഐ ഫൈൻഡ് ഇറ്റ് വെരി ഫാസിനേറ്റിംഗ്. നമ്മളൊരു സ്ക്രാച്ച് ട്രാക്ക് ഒരു ഫൈനൽ വേർഷനിലേക്ക് എത്ര ട്രാവൽ ഉണ്ടെന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഇപ്പോഴും തോന്നാറ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാസാറിനെ കുറിച്ച് കാര്യം, ഒരു മലയാളിത്വമുള്ള പാട്ട്, ഇത്രയും ആഘോഷങ്ങൾക്കൊക്കെ മലയാളത്തിൽ വരുമ്പോൾ എത്ര ഇമോട്ടീവായിട്ടായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ അതർ ലാംഗ്വേജസ്, ഇപ്പൊ കന്നഡ സംസാരിച്ചതിന് ശേഷം ചെയ്തത് ഒരു കന്നഡ മൂവിയാണ്, കത്തി ഒന്ന് ശുരുവാകിരി എന്ന് പറഞ്ഞിട്ട് കന്നഡ മൂവിയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഡയറക്ടർ ഒരു സെന ഹെഗ്ഡെ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഫ് മലയാളിയാണ്. ആഡ്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് എബ്രോഡൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം ഫസ്റ്റ് കന്നഡ ഫിലിമാണ് ആളുടെ.
അപ്പം അത് പറഞ്ഞ പോലെ എൻ്റെ സ്ക്രിപ്റ്റിലാണ് എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കൈൻഡ് ഓഫ് ജോണറായിരുന്നു. ഒരു റൊമാൻറ്റിക് കോമഡി, പല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉണ്ട് അതിനകത്ത് വരുന്നത്. അപ്പം ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ സ്റ്റോറിയാണ്, ഓരോ ലവ് സ്റ്റോറിയും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിലെ സ്റ്റോറി. ഇപ്പം 3 കപ്പിൾസ് ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇവരുടെയൊക്കെ എന്താ പറയുക ലൈഫിനെ എങ്ങനെ സ്കോർ ചെയ്യാം, അവരുടെ ലൈഫിലൊരു 3 ദിവസം നടക്കുന്ന സ്റ്റോറി, അത്രേ ഉള്ളൂ ഫിലിം. അപ്പം അതിന് ഓരോരുത്തർക്കും ഓരോ തീം ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ ഭയങ്കര ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിമായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു മ്യൂസിക് ചെയ്യാൻ എന്നെ വിളിച്ചപ്പോൾ ഐ വാസ് വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. കല്യാണം കഴിഞ്ഞ് നടത്തിയ യാത്രകൾ? ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആദ്യം പോയത് ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. അങ്ങനെ പോയപ്പോൾ മറ്റേ ഡയറ്റിംഗ് നടക്കാത്തൊരു കാലം. അതെ അത് ഒരിക്കലും നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞങ്ങൾ വീണ്ടും ഓക്കെ തിരിച്ചു പിടിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് നടക്കുന്ന സമയമാണ്. അതിനുശേഷം ഞങ്ങൾ കുറച്ച് കാലം ഓസ്ട്രേലിയ പോയി, ഒരു 15 days അവിടെ പോയി, ജസ്റ്റ് ഒരു ഗെറ്റ് അവേ പോലെ. അപ്പം ഈ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ആളെ പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ചെറിയ റൂം, ഒരു 4 walls-നുള്ളിലാണ്. അപ്പം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയും, വേറെ ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ല. അപ്പം അതിന് മുമ്പ് നമ്മൾ വീട്ടിൽ പേരൻസ് ഉണ്ട്, കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നത്. അതെ ഫുഡ് ചോയ്സ്, ട്രാവൽ ചെയ്യുന്നത് എങ്ങനത്തെ ട്രാവലാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അതും ഉണ്ടല്ലോ. അപ്പം അതും അതിലുള്ള ഡിഫറൻസസ് അറിഞ്ഞതും ഒക്കെ ആ ട്രിപ്പിനാണ്. ഒരുപാട് ഞങ്ങൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞൊരു ട്രിപ്പായിരുന്നു അത്. സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം കൊച്ചിയിലാണ്, തൃക്കാക്കരയാണ് താമസിക്കുന്നത്. പക്ഷെ സിനിമ ആഗ്രഹിച്ചത് എപ്പോഴാണ്? പാട്ട് ആഗ്രഹിച്ചത് എപ്പോഴാണ്? പ്രൊഫഷണലി ഒരു സിനിമയിലൊക്കെ പാടണം എന്നുള്ള ആഗ്രഹം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഇല്ല. കാരണം അത് ഔട്ട് ഓഫ് മൈ ലീഗ് ആയിരുന്നു ശരിക്കും ആ കുട്ടിക്കാലത്തൊക്കെ. അതൊന്നും കാരണം അത് ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. സിനിമയ്ക്കിപ്പുറം പാട്ട്, ഒരു പാട്ട് എപ്പോഴും സ്റ്റുഡിയോയിൽ കയറി പാടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് കുട്ടിക്കാലത്തെ. അതായത് എപ്പോഴും അത് ആരും കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതൊരു സിനിമയ്ക്ക് വേണ്ടി, ഒരു ആൽബത്തിന് വേണ്ടി ഒന്നുള്ളതല്ല. എനിക്കൊരു സ്റ്റുഡിയോയിൽ കയറണം, എന്റെ വോയിസ് മൈക്കും ഒക്കെ ഒന്ന് കാണണം. കോളേജിലൊക്കെ പഠിക്കും. അതെ, പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്യുക, അതെന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക, എല്ലാവരും ഒന്ന് അങ്ങനെ ഒരു ആഗ്രഹം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം അത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാം ബോണസാണ്. കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് എങ്ങനെ സ്റ്റുഡിയോ ഇമാജിൻ ചെയ്തു? അതാണ് നമ്മൾ ഈ സ്റ്റുഡിയോയിലത്തെ ആ മിക്സിംഗ് ബോർഡും ഹെഡ്ഫോൺസ്, മൈക്സ്, ആ ഒരു ഓൾ ആംബിയൻസ് ഉണ്ട്. അതെ ഒരു ഹൈടെക് വേൾഡ്. കാരണം കുറെ നോബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിന്റെയൊക്കെ വർക്കിംഗ് എന്താണ്. അപ്പം അന്ന് ഇതൊന്നും നേരിട്ട് കാണാനുള്ള ഒരു അത് അവിടെ ഇല്ല. എറണാകുളത്ത് പോലും നമുക്ക് ഇന്നാക്സസിബിൾ ആണ് സ്റ്റുഡിയോസ്. എറണാകുളത്ത് വരുന്നുണ്ടെങ്കിൽ പോലും സ്റ്റുഡിയോസ് ആക്സസിബിൾ അല്ല. ഇപ്പോഴും റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ചെന്നൈ, മുംബൈ, എറണാകുളത്ത് ആ സമയത്ത് വരുന്ന സ്റ്റുഡിയോസ് ഉണ്ട് എറണാകുളത്ത് ആ സമയത്ത്. പക്ഷെ നമുക്കത് ആക്സസിബിൾ അല്ലല്ലോ, നമുക്ക് അവിടെ വെറുതെ കയറി ചെല്ലാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ കൊണ്ട് നടന്നിരുന്നത് മാത്രം. പതുക്കെ സൈഡിൽ കൂടെ സോഫ്റ്റ്വെയർസ് ഒക്കെ പഠിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു ആ സമയത്ത്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മ്യൂസിക് സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ. അപ്പൊ അതിലെങ്ങനെ കീബോർഡൊക്കെ കണക്ട് ചെയ്ത് എങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ, മ്യൂസിക് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ. ഇത് സംഭവം ഇതെല്ലാം കൂടെ എവിടെയോ വെച്ച് മീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഏത് ആൾക്കാരോട് ചോദിച്ചാലും പെട്ടെന്ന് ഓർമ്മയുള്ള പാട്ടുകൾ, നമ്മൾ ഒരുപാട് പാട്ട് കേൾക്കുന്നു പറഞ്ഞാലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും നമ്മുടെ കോളേജ് കാലത്തെ പാട്ടുകളൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സച്ചിൻ ആ കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഏത് പാട്ടുകളാണ് പാടിക്കൊണ്ട് നടന്ന ആ ഒരു കാലം എങ്ങനെ മെമ്മറൈസ്? ആ സമയത്ത് ഒരു ലൈഫിന് സൗണ്ട് ട്രാക്ക് ഉണ്ട് പറഞ്ഞ പോലെ. കാരണം ആ സമയത്ത് പറ്റി ആലോചിക്കുമ്പോൾ കുറെ സംഭവങ്ങൾ ഓർമ്മ വരും. ഇപ്പൊ ദിൽ ചാത്ത ഹൈ അങ്ങനത്തെ ഒരു ആൽബമാണ്, അങ്ങനത്തെ ഒരു ഫിലിമുമാണ്. ആ സമയത്ത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. സച്ചിൻ പറയാൻ പാടില്ല, പാടണം. ദിൽ ചാത്ത ഹൈ കഭി ന ബീതെ ചംകീലെ ദിൻ, ഓ ദിൽ ചാത്ത ഹൈ പറഞ്ഞുണ്ട്. പിന്നെ രഹനാത്തു എന്ന് പറഞ്ഞൊരു പാട്ട്, ഡൽഹി 6 എന്ന് പറഞ്ഞൊരു ആൽബം റഹ്മാന്റെ. रहना तू है जैसा तू, थोड़ा सा दर्द तू, थोड़ा सुकून. പിന്നെ താളം എന്ന് പറഞ്ഞൊരു ആൽബം ജോബേട്ടൻ കമ്പോസ് ചെയ്തത്, അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. അപ്പം അതിനകത്ത് മറ്റേ ഇരുതല പക്ഷി തൻ ഗതിരു നെടുമുടി വേണ്ടി സാറ് പാടിയൊരു പാട്ട്, ഇരുതല പക്ഷി ഉണ്ട്. പക്ഷെ അതിനെ കൂടെ കുറച്ചൊരു ഒരു ഡ്രം ഗ്രൂവ് ഒക്കെ ഉണ്ട്, ഭയങ്കര രസമുള്ളൊരു പാട്ടായിരുന്നു. അപ്പം പിന്നെ ഏതാണല്ല, പിന്നെ ഋതു എന്നുള്ള ഫിലിം, രാഹുൽ രാജിന്റെ വേനൽക്കാറ്റിൽ എന്നുള്ള പാട്ട്. വേനൽക്കാറ്റിൽ പൂക്കൾ പോലെ നമ്മിലോർമകൾ, നല്ല രസമുള്ള ഒരു പാട്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത പാട്ടിലായിരുന്നു അതെല്ലാം. അങ്ങനെ കുറെ ആൽബംസ്. നമ്മൾ എത്ര പാട്ട് കേട്ടാലും നമ്മളുടെ ആഗ്രഹം സഫലീകരിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കമ്പോസിഷൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ കന്നഡ പാട്ട് രണ്ടുപേരും. ഓക്കെ, അതിൽ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു പാട്ട് ഞാൻ പാടാം. ഭൂമി ബാന കാദംബരി ആരോഹതി നീലാംബരി. ലിറിക്സ് കറക്റ്റ് ആണോ എനിക്ക് ഓർമ്മയില്ല, ഓർമ്മ പാടിയതാണ്.
നമ്മൾ നേരത്തെ ഫെസ്റ്റിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ശരിക്കും കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് പോലെയാണ്. കാര്യം ഒരുപാട് ഓണക്കോടി കിട്ടും, തിരിച്ചും കൊടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? ഓണം അടിപൊളിയായിരുന്നു ഇപ്രാവശ്യം. കാരണം പറഞ്ഞ പോലെ എല്ലാവരും കൂടെ കൂടിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം കസിൻസ് ഉണ്ടായിരുന്നു വീട്ടില് ഒരു ഇതുപോലെ ഇനി പ്രതീക്ഷിക്കണ്ടോ? ഈ ആദ്യത്തെ ഓണമാണ് വളരെ സ്പെഷ്യൽ. പിന്നെ നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആവട്ടെ എന്ന് ആഗ്രഹിക്കാം. ഇനി കൂടുതൽ സ്പെഷ്യൽ ആവട്ടെ. കാര്യം നമ്മളെപ്പോഴും ഇങ്ങനെ എന്താ പറയണ്ടേ, ഹാപ്പിയൊക്കെ എല്ലാവരും തിരക്കല്ലേ. അപ്പൊ ആദ്യത്തെ ഓണത്തിന് നമുക്ക് ഇങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവരും ഒരു ഫെസ്റ്റിവിറ്റി, ഒരു റീസൺ ആവട്ടെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടാനുള്ള. കാരണം അല്ലെങ്കിൽ എല്ലാവരും ഒരു റീസണിന് വേണ്ടിയായിരിക്കും ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവുക. വരട്ടെ, ഇങ്ങനത്തെ ഒരു ഓണവും ഇതൊക്കെ ഒരു റീസണായി മാറട്ടെ. ചെന്നൈയിൽ ബാച്ചിലർ ലൈഫ് ലീഡ് ചെയ്ത ഒരാളാണ്. ഇപ്പം ഫാമിലി ലൈഫ്. ആ ഒരു ഡിഫറൻസ് എങ്ങനെ കാണുന്നു? എത്രത്തോളം ഉത്തരവാദിത്വം കൂടി ഇല്ല? ആക്ച്വലി അത് ഞങ്ങൾ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു എനിക്ക് പെട്ടെന്ന് ഉത്തരവാദിത്തം കൂടിയ പോലത്തെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്യാണ്. ഞങ്ങൾ രണ്ടുപേരും ഈക്വലി എന്താ പറയാ, രണ്ടുപേർക്കും അൺനോൺ ആണ് ഈ ഫേസ് ഓഫ് ലൈഫ്. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഫിഗർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫിലെ കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്, ഇപ്പം വൈഫ് ഡോക്ടറാണ്, മ്യൂസീഷ്യനാണ്, പൂജ പറയാണ്, നല്ല കീർത്തനൊക്കെ പാടും, ഞാനും വരികയാണ് സംഗീതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ വിൽ ബി മോസ്റ്റ് വെൽക്കം. എന്നെ കൊണ്ട് ഓഫർ ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഓഫർ ചെയ്തല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഹീസ് എൻ എക്സലന്റ് മ്യൂസിഷ്യൻ. അത് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഞാൻ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് ഡോക്ടർ എന്നാണ് എപ്പോഴും പൂജനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ഡോക്ടർ സെക്കൻഡറി ആണ്, ഷീസ് എൻ ആർട്ടിസ്റ്റ് ഫസ്റ്റ്. അപ്പം കാരണം സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. നമ്മൾ പാടിയ പാട്ടുകൾ എത്ര ഹിറ്റാണ് എന്ന് പറഞ്ഞാലും ആൾക്കാരുടെ ഇഷ്ടം വേറെയാണ് അല്ലേ. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന പാട്ട് ഏതാണ്? ഇപ്പം കുറെ പുതിയ പാട്ടുകൾ, ഇപ്പം ഞാൻ പാടിയ പാട്ടിൽ തന്നെ ആവണമെന്നില്ല, ഒരുപാട് പുതിയ എല്ലാം പാട്ടാണ്. അതാണ്. അപ്പം അത് ഒരുപാട് അപ്പത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടിൽ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പം അറിയുന്ന പാട്ടാണെങ്കിൽ പാടാറുണ്ട്. എല്ലാം എന്താ പറയുക, അപ്പം ഈ ഹരിശങ്കർ ഒക്കെ പാടിയ പാട്ടിൽ ലൈക്ക് മൈ യങ്ങർ ബ്രദർ. അപ്പം ഹരിയൊക്കെ പാടിയ പാട്ടിൽ എല്ലാ സ്റ്റേജിൽ പോകും അവനെ ടെക്സ്റ്റ് ചെയ്യുന്നത്, നീ പാടിയ പാട്ട് അവർ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു അറിയുന്ന പാട്ടാണെങ്കിൽ പാടുക എന്നുള്ളതാണ്. അല്ല, ഇറ്റ്സ് വെരി കമന്റബിൾ. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സച്ചിനോട് സംസാരിച്ചു. സച്ചിനാണ് എനിക്ക് ഹരി ചേച്ചി വിളിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ ഈ അടുത്ത് ഹരി ഒരു 2 വർഷം മുമ്പ് എനിക്ക് ഫേസ്ബുക്കിൽ അയച്ച മെസ്സേജസ് ഒക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹരി ഇങ്ങനെ പാടി തുടങ്ങിയിട്ടുള്ളൂ. അപ്പം ചേട്ടാ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്, പാടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞ എല്ലാം ശരിയായി വരുന്ന പറഞ്ഞിട്ട് അവനെ ആ സമയത്ത് മെസ്സേജ്. ഇപ്പൊ ഹീസ് ഡൂയിങ് റിയലി ബിഗ്. അപ്പം അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അല്ല, അത് കാണുമ്പോൾ കാര്യം നമുക്കും പണ്ട് ചിലപ്പം ഇത്രയും പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലെങ്കിലും ചിലപ്പം മത്സരങ്ങൾ വേറൊരു വിധത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും എല്ലാവർക്കും അവരുടെ സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഡെമോക്രാറ്റിക് ആവുക എന്നുള്ള സംഭവം, ഫിലിം മേക്കിംഗ് ഡെമോക്രാറ്റിക്. ആർക്കും ഇപ്പോൾ ഒരു ഫുൾ ക്രൂ, അതായത് ഒരു സിനിമാറ്റോഗ്രാഫർ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു ഡയറക്ടർ, എല്ലാം ഒരുമിച്ചാണ് എല്ലാവരും ഒരു ടീമായിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ആർക്കും ഈ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ബ്രേക്കിംഗ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ടായിരുന്നു. വേറെ ഒന്നും അവരെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇഫ് യുവർ കണ്ടന്റ് ഇസ് ഗുഡ്, you're out there. നമ്മള് ഓഡിയൻസും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതാണ് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല കാര്യത്തിൽ. അപ്പൊ there is no reason not to pursue what you want. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാന്നുള്ളതിൽ ചെയ്യാണ്ടിരിക്കാൻ ഒരു കാരണവുമില്ല. മനസ്സിലായില്ല? നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ പെർസ്യൂ ചെയ്യാം. അത് ഒന്നും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. സിനിമയ്ക്കപ്പുറം മ്യൂസിക്കിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ ഈ അടുത്തൊരു വെബ് സീരീസിന്റെ സ്കോർ ചെയ്തു. കാരണം വെബ് സീരീസ് ആണ് ഇപ്പം, കാരണം എല്ലാവരുടെയും അറ്റൻഷൻ സ്പാൻസ് ഇപ്പൊ കുറവാണ്. ഇപ്പൊ കുറെ പേർക്ക് പ്രോബ്ലി ഒരു 1 hour, ഇപ്പൊ നമ്മളൊരു മൂവി വീട്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ ഒരുപാട് തവണ പോസ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് പോസ് ചെയ്ത് ബ്രേക്ക് എടുത്ത് നമ്മള് സിനിമ കണ്ടുപിടിക്കുക. അപ്പൊ ഒരിക്കലും ഒരു തിയേറ്ററിൽ പോയാൽ അല്ലാണ്ട് ഒരു മൂവി ഒറ്റയടിക്ക് ആൾക്ക് കാണുന്നത് കുറവാണ്. നമ്മൾ പോലും വീട്ടിൽ കാണുമ്പോൾ അതെ പോസ് ചെയ്തൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അറ്റൻഷൻ സ്പാൻ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ വെബ് സീരീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ഒരു അപ്പീൽ ഭയങ്കര കൂടുതലാണ്. കാരണം 10 minutes ചെറിയ കണ്ടന്റ് ആണ്. ഓരോ എപ്പിസോഡും 10 minute ഉണ്ടാവും. അപ്പൊ സമയമുള്ളപ്പോൾ ഇരുന്ന് കാണാൻ വേണ്ടി ട്രാവൽ ചെയ്യുമ്പോഴാവും, ഓഫീസിലേക്ക് കമ്മ്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ കാണാം. അപ്പൊ അങ്ങനത്തെ ഷോർട്ടർ ഫോംസ് ഓഫ് ഫിലിം മേക്കിംഗ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിന്റെ ഒരു അപ്പീൽ ഇപ്പൊ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഫോംസിൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം അങ്ങനെ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അർച്ചനക്കാരിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് മീനവിൽ എന്നൊരു വെബ് സീരീസിന്റെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു വെരി റീസെന്റ് ആയിട്ട്. അപ്പം ദാറ്റ് വാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ്. കാരണം ഒരു എക്സ്പെരിമെന്റൽ ഒരു എപ്പിസോഡിക് ഫോമാറ്റിൽ ഞാൻ ഇതുവരെ സ്കോർ ചെയ്തിട്ടില്ല. അപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല. ശരിക്കും നമ്മൾ എപ്പോഴും പറയും ഭയങ്കര ക്രിയേറ്റീവാണ്. ചിലയിടത്ത് സൈലൻസ്, ശബ്ദമേ ഇല്ലെങ്കിൽ അതിനും സൗന്ദര്യം. അപ്പം ഈ നെറ്റ്ഫ്ലിക്സിൽ എത്രത്തോളം ചലഞ്ചിങ് ആണ്?
ഞാൻ ചെയ്തത് നെറ്റ്ഫ്ലിക്സ് അല്ല, ഈ വെബ് സീരീസ്. ഇതില് എന്താ വെച്ചാൽ ഇതില് കുറച്ച് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തായിരുന്നു സ്റ്റോറി വേണം. അപ്പൊ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു തീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യമേ ചെയ്തത്. ഞാൻ ഈ എപ്പിസോഡ് സ്കോർ ചെയ്യാൻ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് തന്നെ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു തീം ഉണ്ടാക്കി. പിന്നെ എളുപ്പമാണ്, പിന്നെ ആ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് അങ്ങനത്തെ ആ തീം ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഓവറോൾ ആർക്ക് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ എളുപ്പം ചെയ്തു പോകുന്ന ഒരു പ്രോസസ്സാണ്. ആ ഓവറോൾ ആർക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇനീഷ്യൽ ഹോംവർക്ക്, അതാണ് ഏറ്റവും നമ്മൾ ആദ്യം തന്നെ. ഇപ്പം ദിസ് ജനറലി അപ്ലൈസ് ടു ഓൾ കൈൻഡ്സ് ഓഫ് ഫിലിംസ് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഫിലിം ഒരു സീൻ ബൈ സീൻ ചെയ്തു പോകുന്നേക്കാളും എപ്പോഴും ഒരു ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആസ് എ കമ്പോസർ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഞാനും ഫിഗർ ഔട്ട് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജാണ്. എന്താണ് ഒരു ആർക്ക് എന്നുള്ള സംഭവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ഫിഗർ ഔട്ട് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. സിനിമയ്ക്ക് അപ്പുറം മ്യൂസിക് എന്ന് പറയുന്ന വലിയ ലോകമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് പാട്ട് കേൾക്കുന്നതും. പാട്ട് സാഗരം പോലെയാണ് എല്ലാ ലാംഗ്വേജസിലും. എത്രത്തോളം അങ്ങനെ ഒരു സമയം കണ്ടെത്തും? എന്താണ് അതിൻ്റെ ഒരു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എനിക്ക് ഇപ്പോൾ ഞാൻ എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ഒരു പാട്ട് ചെയ്ത് ഒരാളെ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ ഒരാളെ കരയിപ്പിക്കണം, ഒരു ഇമോഷണലി ഒരാളെ മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം മൂവ്ഡ് ആയിരിക്കണം ഒരു പാട്ട് കേട്ടിട്ട്. ഞാനൊരു ഇമോഷണലി ഭയങ്കര നമ്പായിട്ട് ഞാൻ പാട്ടൊന്നും കേൾക്കുന്നില്ല, എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ സ്റ്റേറ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മളെപ്പോഴും ഇമോഷണലി ഭയങ്കര ഓപ്പൺ ആയിരിക്കണം. എനിക്ക് ഇൻസ്റ്റന്റ്ലി ഒരു പാട്ട് കേട്ട് ഒരു 2 മിനിറ്റ് പാട്ട് കേട്ട് എനിക്ക് കരയാൻ പറ്റണം, അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റണം. അത്ര ഞാൻ ഓപ്പൺ ആയിരിക്കണം ഒരു മ്യൂസിക്കിനോട്. എൻ്റെ മനസ്സ് അത്ര ഓപ്പൺ ആയിട്ട് വെച്ചാലേ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് റിയലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഐ ട്രൈ ടു ഫൈൻഡ് ടൈം. അത് പാട്ടിൽ എത്രത്തോളം കേൾക്കാൻ പറ്റും അത്രയും കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. അനലൈസ് ചെയ്യാണ്ട് കേൾക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാതെ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, സച്ചിനെ കൊണ്ട് ഈ പാട്ട് പാടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ സച്ചിൻ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് സന്തോഷം പകരുന്ന പാട്ടുകൾ, നമുക്ക് അത്രയും മെമ്മറബിളായ പാട്ടുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മുത്തുച്ചിപ്പി ഇറങ്ങി എല്ലാ കോളേജിലും ഏത് ഫംഗ്ഷന് പോയാലും നമുക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാവുന്ന ഒരു പാട്ടാണ്. അപ്പം ഞാൻ ശരിക്കും ഇത് സ്കിപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രേക്ഷകർ ചിലപ്പോൾ വിചാരിക്കും പക്ഷെ പാടിച്ചില്ലല്ലോ എന്ന്. അവരുടെ 7 വർഷമായി ഓൾവേസ് സ്പെഷ്യൽ പാട്ട്. അപ്പം രണ്ടുപേരും പാടാം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ ചോദിച്ചാൽ, കേൾക്കുന്ന പാട്ടിൻ്റെ ഒരു ശൈലി ചോദിച്ചാൽ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് 60-ലെ പാട്ട്, 70-ലെ പാട്ട്, 80-ലെ പാട്ട്, ഗോൾഡൻ ഇറ, 80 to 90 അങ്ങനെയൊക്കെ സംസാരിക്കും. അങ്ങനെ പറയുകയാണെങ്കിൽ സച്ചിൻ്റെ മനസ്സിൽ പഴയ ഒരു പാട്ടെന്ന് ചോദിച്ചാൽ ഏത് പാട്ട് വരുന്നു? ഇന്നലെ മയങ്ങുമ്പോൾ എന്നുള്ള പാട്ട്. എത്രത്തോളം സ്റ്റേജ് ഷോസ്, ഈ ആൾക്കാരുടെ ഒരു റെസ്പോൺസൊക്കെ എത്രത്തോളം എൻജോയ് ചെയ്യും? എനിക്ക് ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റേജ് ഷോസ് ആണ്. കാരണം ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പ്രത്യേകിച്ച് കോളേജസിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഓൺലൈൻ ഇപ്പം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് മ്യൂസിഷ്യൻസിൻ്റെ കൂടെ പെർഫോം ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട്. അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇറ്റ്സ് ഓൾവേസ് ഫൺ. അങ്ങനെ പഴയ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എഴുതി തരാറും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും? അങ്ങനെയൊക്കെ പഴയ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനത്തെ ഒരു ക്രൗഡിൻ്റെ അടുത്ത് പോകും. ഞാൻ അധികം കോളേജ് ഷോസ് ആണ് ചെയ്യാറ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഓഡിയൻസ്, അങ്ങനത്തെ ഒരു സ്റ്റൈലിൽ യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോകുമ്പോൾ അങ്ങനത്തെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് ഈ പേപ്പറിൽ എഴുതിയിട്ടുള്ളതൊക്കെ റിക്വസ്റ്റ് അല്ലാണ്ട് ആൾക്കാരൊന്നും പറയും. ഈ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് കുറച്ച് കാലം മുമ്പുണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. ആൾക്കാർ അങ്ങനെ അത് ബാക്ക് സ്റ്റേജ് ഒക്കെ വന്നു തരുമ്പോൾ അങ്ങനെ അറിയുന്ന പാട്ടാണെങ്കിൽ പറഞ്ഞ പാടാൻ ശ്രമിക്കാറുണ്ട്. ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ചെയ്യാറുണ്ട്, കിട്ടിയിട്ടുമുണ്ട്. നമുക്ക് എപ്പോഴും നമുക്ക് മുൻപേ പാടി വെച്ചവരുടെ പാട്ട് അത് പാടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും എവിടെയോ നമുക്ക് കിട്ടുന്ന ആ ഫീൽ ഈസ് ഡിഫറെൻറ്റ്. റിയാലിറ്റി ഷോയിലും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ ഇത്രയും കുട്ടികൾ ഈ റിയാലിറ്റി ഷോയിൽ ഇത്രയും പാടുന്ന കുട്ടികൾ പിന്നീട് അവരെവിടെ പോകുന്നു? അത് റിയാലിറ്റി ഷോയിൽ കിട്ടുന്ന ട്രെയിനിങ് എന്ന് വെച്ചാൽ അവര് ഇംബൈബ് ചെയ്യുന്നൊരു പ്രോസസ് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകൾ പാടുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഫെയ്ത്ത്ഫുൾ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പാടുക എന്നുള്ളതാണ്. അല്ല അവർ ആസ് എൻ ആർട്ടിസ്റ്റ്, കാരണം അത് ടു യങ് ആണ് പിള്ളേർ അത് അവരുടെ ആർട്ടിസ്റ്റിക് വോയിസ് ഒക്കെ കണ്ടുപിടിക്കാൻ. പക്ഷെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് അതും കൂടെ വേണം തോന്നുന്നു, ഒരു പുതിയ ട്യൂൺ എങ്ങനെ. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ചോദ്യം ഇവർ പ്ലേബാക്ക് സിംഗിലേക്ക് വരാത്ത എന്താന്നുള്ളതാണ് ചോദ്യം, അല്ലെ? പ്ലേബാക്ക് സിംഗ് അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്തോരം മ്യൂസിഷ്യൻ ആവുന്നുള്ളതാണ് ചോദ്യം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ, സ്വന്തമായിട്ടുള്ള വോയിസും ആർട്ടിസ്റ്റിക് വോയിസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഈ പല റിയാലിറ്റി ഷോസിലും അതിനുള്ള ഒരു സ്പേസ് അല്ല അവിടെ കൊടുക്കുന്നത്. ഒരു എക്സിസ്റ്റിംഗ് പാട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക, ടെക്നിക്കലി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പാട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവമാണ്. അത് ദേ ഡു വണ്ടർഫുള്ളി ഇൻ ദാറ്റ്.
പക്ഷേ അതിനുശേഷം ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ കരിയറിലേക്ക് ഒരു ഇത് സ്പേസ് വരുള്ളൂ. ആക്ച്വലി സ്വന്തമായിട്ടുള്ളൊരു ഇന്റർപ്രിട്ടേഷൻ, സ്വന്തമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്പേസ് വരുമ്പോഴേ ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു ട്രെയിനിങ് ആയിട്ട് അതിനെ കാണാൻ പറ്റുള്ളൂ. റിയാലിറ്റി ഷോ അതിപ്പോൾ പല റിയാലിറ്റി ഷോസിലുള്ള ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള പലതിലും ഞാനത് കാണുന്നുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് ചേഞ്ച്. പക്ഷേ പല റിയാലിറ്റി ഷോസിലും അത് ഉണ്ടായിരുന്നില്ല ഒരു പോയിന്റ് ഓഫ് ടൈം വരെ. അറ്റ്ലീസ്റ്റ് ടി വി കാണാനൊക്കെ സമയം കിട്ടും എത്രത്തോളം? അതോ എന്നുള്ളത് ഇപ്പോഴത്തെ കേബിൾ കണക്ഷൻ നമ്മുടെ ഞങ്ങൾ ചെന്നൈയിൽ കേബിൾ കണക്ഷൻ ഇല്ല. പക്ഷെ നമ്മള് ഈ ഫിലിംസും TV സീരീസും ഒക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാ ഓൺലൈൻ കണ്ടന്റ് കുറെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാണാറുണ്ട്. ഞങ്ങൾ ഡെയിലി അല്ലെങ്കിൽ എവറി 2 days എങ്കിലും ഒരു ഫിലിം വെച്ച് ഇങ്ങനെ കാണാറുണ്ട്. റിലാക്സ് ചെയ്യാനുള്ള സമയം കണ്ടെത്താറുണ്ട്. നല്ല സീരീസസ് കുറെ ഉണ്ട്, അത് ഫോളോ ചെയ്യുന്ന ഞങ്ങൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെടുന്ന കുറെ സീരീസ് ഉണ്ട്. അപ്പൊ അത് കാണും. അങ്ങനെ നമുക്ക് പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് എത്രത്തോളം സമയം കണ്ടെത്തും? ഹൗ ഡു യു ഗുഡ് ഇൻ ടൈം മാനേജ്മെന്റ്? ഞാൻ കുറച്ച് മോശമാണ് ആ കാര്യത്തിൽ ആക്ച്വലി. പക്ഷേ പറഞ്ഞ പോലെ ഒരു ഷെഡ്യൂൾ കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇപ്പം ഒരു എന്താ പറയുക, കുറച്ച് സമയമെങ്കിലും കണ്ടുപിടിക്കാന്നുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഒരാഴ്ച പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ദിവസം പെട്ടെന്ന് 4 മണിക്കൂർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല. എല്ലാ ദിവസവും 15 അല്ലെങ്കിൽ 20 minutes പ്രാക്ടീസ് ചെയ്താൽ പോലും അതാണ് കൂടുതൽ ഡിഫറൻസ് ഉണ്ടാക്കുക. അതെ, അപ്പൊ അത് ആണ് ഇപ്പൊ ഫോളോ ചെയ്യാൻ നോക്കാനുള്ള ഒരു കാര്യം. ഇപ്പം മ്യൂസിക് തിയറി കുറച്ചുകൂടെ പഠിക്കാനുള്ള ശ്രമമുണ്ട്. പിയാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ വോക്കൽസും അങ്ങനെ പല ജോണേഴ്സും സ്റ്റൈൽസും ട്രൈ ചെയ്ത് കേൾക്കാനുള്ള ശ്രമം. ഇപ്പോൾ ഒരു ജോണറിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് മൾട്ടിപ്പിൾ ജോണേഴ്സ് കേൾക്കുക, അതിൻ്റെയൊക്കെ മ്യൂസിക്കാലിറ്റി അബ്സോർബ് ചെയ്യാൻ നോക്കുക. അതാണ് പ്രാക്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ഡെയിലി കുറച്ച് സമയം എന്തായാലും അതിനെ മാറ്റി നമ്മുടെ വി ചോസ് ടു ഡു ദിസ്. ഇത് നമ്മൾ കോൺഷ്യസ്ലി ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്ത് ഇറങ്ങിയൊരു സംഭവമാണല്ലോ. അപ്പോൾ അതിനകത്ത് ഇത് നമ്മുടെ മിനിമം റെസ്പോൺസിബിലിറ്റിയാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളത്. ഫോർ എവറി ഓഡിയൻസ്, അത് നമ്മൾ ഇനി പാടാൻ പോകുന്ന ഓരോ കമ്പോസേഴ്സിനോടും ഓരോ ഓഡിയൻസിനോടും ഉള്ള റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നമുക്ക് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ദാസേട്ടൻ പാടിയ പാട്ടാണ്. എന്നും ദാസേട്ടൻ്റെ പാട്ടുകൾ ജയേട്ടൻ പാടിയ പാട്ടാണ്. സുശീല അമ്മ, ജാനകി അമ്മ, ചിത്ര ചേച്ചി, സുജാ ചേച്ചി. അത് കഴിഞ്ഞിങ്ങോട്ട് പിന്നെ നമുക്കൊരു സൗണ്ട്, ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ആരാണ് സിംഗർ എന്ന് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട്. സിംഗേഴ്സിൻ്റെ ഇടയിൽ ഇത് എങ്ങനെയാണ് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ആൾക്കാർ കൂടിയോണ്ടുള്ള അത് മാത്രമല്ല, അല്ലാണ്ട് ഇൻഡിവിജ്വാലിറ്റി ഉള്ള സിംഗേഴ്സ് തന്നെയാണ് ഇപ്പോഴും പാടുന്നത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ, പക്ഷേ നമ്പർ ഓഫ് ഇതുണ്ടല്ലോ, സിംഗേഴ്സിന്റെ എണ്ണം കൂടുതൽ. അപ്പൊ അതുകൊണ്ട് സോങ്സ് അവരുടെ ഡിവൈഡ് ആയി പോകുന്നു എന്നുള്ള കാര്യമാണ്. ദാറ്റ്സ് നോട്ട് എ ബാഡ് തിങ്. അത് എന്നും അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും പേരുടെ എന്താ പറയുക, ഇപ്പൊ പുതിയ സിംഗേഴ്സിനെ അറിയാൻ പറ്റുന്നത് അത്രയും പേരുടെ ആഗ്രഹം നടക്കല്ലേ. അവർക്ക് സിനിമയിൽ പാടണം എന്നുള്ള ആഗ്രഹം, ദേ ക്യാൻ ഡു ഇറ്റ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വോയിസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദേ ആർ ഏബിൾ ടു സിംഗ് ഇൻ ഫിലിംസ്. പണ്ടത്തെ പോലെ എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടല്ല ഒരു പുതിയ ആൾക്ക് പാടുക എന്നുള്ള കാര്യത്തില്. അപ്പൊ എത്രത്തോളം സസ്റ്റെയിൻഡ് ആവുന്നു എന്നുള്ളത് വേറെ കുറെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. താരപ്പകിട്ടിൽ പാട്ടുകാർ അതിഥിയായെത്തുമ്പോൾ എനിക്കിപ്പോഴും സമയം പോണതേ അറിഞ്ഞില്ല. പാട്ട് പാടിയും കുറച്ച് സംസാരിച്ചും ഇടയ്ക്കിടയ്ക്ക് സംഗീതാത്മകമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ പാടി തരുമ്പോൾ നമുക്കറിയില്ലോ, അങ്ങനെ ലയിച്ചിരിക്കും. ഒരു ഇന്റർവ്യൂവിനപ്പുറം. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. കാര്യം പൂജ ഇത്രയും പാടുന്നായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പൂജ കൂടെ വിളിച്ചു. അതൊക്കെ ഞാൻ കംഫർട്ട് സോണിലാണ്. എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും നമുക്ക് ഒരുമിച്ച്. അപ്പോൾ ഇതെന്തായാലും ഒരു പ്രോമിസ് ആണ്. യെസ്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.